നമ്മൾ വീട്ടിലൊരു പാറ്റയെ കണ്ടാൽ എന്താണ് ചെയ്യുക? ഒന്നുകിൽ അതിനെ പേടിച്ചോടും, അല്ലെങ്കിൽ ഒരു ചൂലെടുത്ത് അതിനെ അടിച്ചുകൊല്ലാൻ നോക്കും. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഭരണകൂടവും സിസ്റ്റവും ഒരു കൂട്ടം പാറ്റകളെ കണ്ട് ശരിക്കും വിറച്ചിരിക്കുകയാണ്. അതെ, പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിലെ വലിയ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP കുറിച്ചാണ്. വെറുമൊരു തമാശയെ തുടങ്ങിയ ഈ മൂവ്മെൻറ്റ് ഇന്ന് കേന്ദ്ര സർക്കാരിനെയും സുപ്രീം കോടതിയെയും എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? മെയ് മാസം പകുതിയോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. സുപ്രീം കോടതിയിൽ നടന്നൊരു വാദപ്രതിവാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത ചില ചെറുപ്പക്കാരെയും ആക്ടിവിസ്റ്റുകളെയും പാറ്റകൾ, പാരാസൈറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നു. അദ്ദേഹം പിന്നീട് അത് തിരുത്തി. വ്യാജ ബിരുദമുള്ളവരെയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ആ പരാമർശം അത്ര ദഹിച്ചില്ല. ഈ ഒരൊറ്റ വാക്കിൽ നിന്നാണ് പൂനെ സ്വദേശിയും ഇപ്പോൾ അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ PR വിദ്യാർത്ഥിയുമായ അഭിജിത്ത് ദിപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത്. സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേസി, അതായത് മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ മടിയന്മാർ എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. പാർട്ടിയിൽ ചേരാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണെന്നോ? നിങ്ങൾ തൊഴിലില്ലാത്ത ആളായിരിക്കണം. കേൾക്കുമ്പോൾ ഇതൊരു വലിയ തമാശയായി തോന്നാം. എന്നാൽ ഇവരുടെ ഡിമാൻഡുകൾ വളരെ കൃത്യവും മൂർച്ചയുള്ളതുമായിരുന്നു. വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭ സീറ്റ് നൽകുന്നത് നിരോധിക്കുക, മെഡിക്കൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ നിരാശയും ഭരണകൂടത്തുള്ള ദേഷ്യവുമാണ് മീമുകളിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും ഈ പേജ് പുറത്തുവിടുന്നത്. ഇതിന്റെ ഫലം എന്തായിരുന്നു എന്നറിയാമോ? വെറും ഒരാഴ്ച സമയം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ CJP 2,20,00,000 ഫോളോവേഴ്സിനെയാണ് ഉണ്ടാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് വെറും 90 ലക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പാറ്റകൾ അവരെ ബഹുദൂരം പിന്നിലാക്കിയത്. പാർട്ടിയുടെ വെബ്സൈറ്റിൽ 10 ലക്ഷം പേർ ചുരുങ്ങിയ സമയം കൊണ്ട് മെമ്പർഷിപ്പ് എടുത്തു. 6 ലക്ഷം പേരാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പെറ്റീഷനുകളിൽ ഒപ്പുവെച്ചത്. ഇത്രയും വലിയൊരു ജനപിന്തുണ കണ്ടതോടെ സിസ്റ്റത്തിന് ശരിക്കും ഭയം തുടങ്ങി. ദ ക്വീൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വെറുമൊരു ആക്ഷേപഹാസ്യ പേജിനെതിരെ രാജ്യത്തെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകി. ഈ പേജ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു കേന്ദ്ര IBയുടെ കണ്ടെത്തൽ. തുടർന്ന് IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക X അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞുവെച്ചു. എന്നാൽ അവിടം കൊണ്ടും ഈ വേട്ടയാടൽ തീർന്നില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത്തിന് നേരെ തുടർച്ചയായ വധഭീഷണികൾ വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പാർട്ടിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജും അജ്ഞാതർ ഹാക്ക് ചെയ്തു. പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ഉണ്ടാക്കിയ വെബ്സൈറ്റ് തന്നെ ഗവൺമെന്റ് ഇടപെട്ട് പൂട്ടിച്ചു. ഇന്ത്യൻ സിസ്റ്റവും സർക്കാരും പാർട്ടികളെ കണ്ട് ഇത്രയധികം ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് തികഞ്ഞ ഏകാധിപത്യമാണ് എന്നാണ് അഭിജിത്ത് ഇതിനോട് പ്രതികരിച്ചത്. കാര്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല. ഏറ്റവും വിചിത്രമായ മറ്റൊരു സംഭവം കൂടി ഇന്നലെ നടന്നു. സുപ്രീം കോടതിയിൽ ഈ പാറ്റകൾക്കെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാജ ചൗധരി എന്നൊരു അഭിഭാഷകനാണ് ഈ ഹർജി നൽകിയത്. സുപ്രീം കോടതിയുടെ കോടതി മുറിയിലെ പരാമർശങ്ങൾ ഈ പാർട്ടി വാണിജ്യവൽക്കരിച്ചു എന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്ന മീമുകളോട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു യുവജന കൂട്ടായ്മയെ ഒതുക്കാൻ ഒടുവിൽ CBI അന്വേഷണം വരെ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സിസ്റ്റം എത്തിയിരിക്കുന്നു. ഒരു ആക്ഷേപഹാസ്യ പേജിനെ നേരിടാൻ എന്തിനാണ് ഭരണകൂടം ഇത്രയും ബുദ്ധിമുട്ടുന്നത്? എന്തുകൊണ്ടാണ് ഭരണകൂടവും സിസ്റ്റവും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ എത്രത്തോളം ഭയക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യയിലെ യുവജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നമാണ് തൊഴിലില്ലായ്മ. കാലാകാലങ്ങളെ അവഗണിക്കപ്പെടുന്ന ആ പ്രശ്നത്തെയും സിസ്റ്റത്തിന്റെ പരാജയങ്ങളെയും അവർ വളരെ രസകരമായ ആക്ഷേപഹാസ്യത്തിലൂടെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് ലഭിച്ച ജനപിന്തുണ ഭരണകൂടത്തെ ശരിക്കും ഞെട്ടിച്ചു. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ അവഗണിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ശബ്ദമായി ഈ മൂവ്മെന്റ് ഇതിനോടകം മാറിക്കഴിഞ്ഞു. അഭിജിത്ത് ദീപ്കെ പറഞ്ഞതുപോലെ, ഞങ്ങൾ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ചാലും വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്താലും പാറ്റകൾ ഒരിക്കലും ചാവാൻ പോകുന്നില്ല.